GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. അന്താരാഷ്ട്ര സന്തോഷ ദിനമായ വ്യാഴാഴ്ച UN ആഭിമുഖ്യത്തിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ UAEക്ക് നേട്ടം. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ലോകത്തെ മുൻനിര രാജ്യങ്ങളെ പിന്തള്ളി സന്തോഷം നിറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ UAE 21ാം സ്ഥാനം നേടി. ആദ്യ 25 സ്ഥാനങ്ങൾക്കകത്ത് എത്തിച്ചേർന്ന ഏക ഗൾഫ് രാഷ്ട്രമാണ് ഇമിറാത്ത്. US, UK, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെക്കാൾ ഉയർന്ന നിലയിലാണ് UAE സ്ഥാനം പിടിച്ചത്. പട്ടികയിൽ കുവൈറ്റ് 30ാം സ്ഥാനത്തും സൗദി 32ാം സ്ഥാനത്തും ഇടം പിടിച്ചപ്പോൾ ഒമാൻ 52ാം സ്ഥാനത്തും ബഹ്റൈൻ 59ാം സ്ഥാനത്തുമാണുള്ളത്. വ്യക്തികളുടെ ജീവിത സംതൃപ്തിയുടെ 3 വർഷത്തെ ശരാശരി, പ്രതിശീർഷ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായ ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, സഹായം, അഴിമതി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സന്തോഷ റാങ്കിംഗ് തയ്യാറാക്കിയത്. സ്വന്തം ജീവിതത്തെ വിലയിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യ റാങ്കിംഗ് നിർണ്ണയിച്ചത്. UAEയിൽ പുതിയ സക്കാത്ത് നിയമത്തിന് അംഗീകാരം. സക്കാത്ത് ഫണ്ടുകളെ പൊതുധനമായി കണക്കാക്കി സക്കാത്തിൻ്റെ വിതരണവും ശേഖരണവും നിയമവിധേയമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് നിയമം. പുതിയ നിയമപ്രകാരം സക്കാത്ത് വിദേശത്തേക്ക് നൽകാൻ ലൈസൻസ് ആവശ്യമാണ്. നിയമം ലംഘിക്കുന്നവർക്ക് 10 ലക്ഷം ദിർഹം വരെ പിഴയും 1 വർഷം വരെ തടവും ലഭിക്കും. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സക്കാത്ത് അർഹരിലേക്ക് തന്നെ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന നിയമമാണ് UAE പാർലമെൻറ്റായ ഫെഡറൽ നാഷണൽ കൗൺസിൽ പാസാക്കിയത്. പുതിയ നിയമമനുസരിച്ച് രേഖകളില്ലാതെ വിദേശത്തേക്ക് സക്കാത്ത് അയക്കാൻ അനുമതി നൽകില്ല. ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. ഒമാനിൽ വിശുദ്ധ റമദാൻ മാസത്തിലും പൊതു അവധി ദിവസങ്ങളിലും ഭിക്ഷാടനം വർദ്ധിച്ചു വരുന്ന പ്രതിഭാസത്തെക്കുറിച്ച് സാമൂഹിക വികസന മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു. പിടികൂടുന്നവരിൽ ഭൂരിഭാഗവും പ്രവാസികളാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന മാധ്യമ സമ്മേളനത്തിൽ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വക്താവ് ഹമൂദ് ബിൻ മുർദാദ് അൽ ഷാബിബി ഇക്കാര്യം വെളിപ്പെടുത്തി. സാമൂഹിക വികസന മന്ത്രി ഡോക്ടർ ലൈല ബിൻത് അഹമ്മദ് അൽ നജ്ജാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു മാധ്യമ പരിപാടി. യാചകരെ പിടികൂടുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം റോയൽ ഒമാൻ പോലീസിനാണെന്ന് ഷാബിബി വ്യക്തമാക്കി. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.